നദ്ദ അടുത്ത ആഴ്ച മാത്രമേ സംസ്ഥാന സർക്കാരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ആശമാരുടെ സമരത്തിന് പരിഹാരം കാണേണ്ടത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന നിലയിൽ പിണറായി സർക്കാരിന്റെ ഉത്തരവാദിത്വമായി മാറുകയാണ്. ആശമാർ സമരത്തിന്റെ രീതി മാറ്റി തിങ്കളാഴ്ച മുതൽ സമ്പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നതോടുകൂടി സംസ്ഥാന സർക്കാർ ആശമാരുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായ വിധി നൽകാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു വിശദമായ ചർച്ചയ്ക്ക് സൂചനകൾ നൽകുകയാണ് ഇപ്പോൾ. അങ്ങനെയെങ്കിൽ ഇനി ആശമാരെ കാണുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും. മുഖ്യൻ തന്നെയായിരിക്കും ആശമാരോട് നേരിട്ട് സംസാരിക്കുക എന്ന ചില അഭ്യൂഹങ്ങളും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിൽ കേന്ദ്രത്തിന്റെ അനീതികൾ ആശമാരെ കൃത്യമായി ബോധിപ്പിക്കാൻ പിണറായിക്ക് കഴിയുമെന്ന കാര്യം നിസ്സംശയം പറയാം. ഇനി ആശമാരും പിണറായിയും ഒരുമിച്ചാകും കേന്ദ്രത്തിനെതിരെ തുടർ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോവുക എന്ന് ഉറപ്പാണ്. പക്ഷെ ആശമാരുമായി ഇനി ആരാണ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നതെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ആശാവർക്കർമാരെ BJP കോൺഗ്രസ് സഖ്യം കുത്തിത്തിരിപ്പിച്ച് പിണറായി സർക്കാരിന്റെ ഭരണപരാജയമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢലക്ഷ്യങ്ങൾ അണിയറയിൽ നടക്കുമ്പോഴും സംസ്ഥാന സർക്കാർ ആശമാരെ ചേർത്തു പിടിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. സമരം അവസാനിപ്പിക്കാൻ ആശാവർക്കർമാരെ മുഖ്യമന്ത്രി തന്നെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കാമെന്ന് ഉള്ള തീരുമാനമാണ് അണിയറയിൽ ഇപ്പോൾ നടക്കുന്നതെന്നാണ് വിവരം. ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ച സാഹചര്യത്തിൽ കൂടുതൽ മേഖലയിലേക്ക് ഇളവുകൾ അനുവദിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ഇനി സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും കേന്ദ്രം കനിഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നും പലകുറി അവർ പറഞ്ഞതാണ്. എന്നാൽ അതൊന്നും പോരാ, പിടിച്ചെടുത്തേ മതിയാകൂ എന്നുള്ള ഈ ധാർഷ്ട്യത്തിന് ഇപ്പോൾ നിരാഹാരം കടക്കുന്നത് കൊണ്ട് ആരോഗ്യം ഇല്ലാതാകുമെന്നല്ലാതെ മറ്റെന്താണ് ഫലമുള്ളത്? വോട്ട് നൽകി വിജയിപ്പിച്ച ജനങ്ങളെ കൈവിടാൻ ഒരു സാധ്യതയും പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാരുടെയും ഒക്കെ സങ്കടവും ദുരിതവും തൊഴിലാളി വർഗ പ്രസ്ഥാനമായ ഇടതുപക്ഷം കേൾക്കുന്നില്ല എന്ന് ഘോരഘോരം ഓരോരുത്തർ പ്രസംഗിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന് കഴിയുന്നതിനും അപ്പുറം കാര്യങ്ങളൊക്കെ തൊഴിലാളി വർഗത്തിനും സാധാരണ ജനങ്ങൾക്കും വേണ്ടി ചെയ്ത് മുന്നേറുക തന്നെയാണ് പിണറായി സർക്കാർ. ഇത്രയും നാളും പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം ഒന്നും പറയാനുണ്ടായിട്ടല്ല. പക്ഷേ ആശമാരുടെ ദുരിതം അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ കേരള സംസ്ഥാനത്തിന് കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. കോവിഡ് കാലത്തും നിപ്പ കാലത്തും സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആശമാരെ ചേർത്തു പിടിക്കുന്ന സമീപനം മാത്രമേ സംസ്ഥാന സർക്കാർ പുലർത്തൂ എന്ന് വീണ ജോർജ് കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെയും ആശമാരുടെ ജീവനെയും വരെ ഭീഷണി ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കാവും പോവുക. അതുകൊണ്ട് തന്നെ നാളെ തിങ്കളാഴ്ച ആശമാരുമായി പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്തുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾക്ക് വലിയ സാധ്യതയാണ് നിലവിലുള്ളത്.